നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം കൂടി ഇടുത്തി പോലെ എന്റെ മോന്റെ തലയിൽ തന്നെ വന്ന് വീണു. ഞാൻ നിസ്സഹായായി നിന്നതല്ല, എന്നെ ഇവരെല്ലാം നിശബ്ദയും നിസ്സഹായം ആക്കിയതാണ്. എന്റെ മോനെ ബലിയാടുവാക്കി. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒന്നും സംഭവിക്കരുത്. അതെനിക്ക് ഉറപ്പിക്കണം. സാധാരണ ഈ മരുവത്തൂരിൽ എന്ത് നടന്നാലും അതൊക്കെ ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നടത്തി തരുന്നത് ഈ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന കാരണവരാ. അതിപ്പോ മുത്തശ്ശിയാ. അതുകൊണ്ട് ഞാനെല്ലാം മുത്തശ്ശിയെ ചുമതലപ്പെടുത്തുന്നു. മണിയപ്പ, നാളെ ഈ വീട്ടില് വീണ്ടും ഒരു കല്യാണ നിശ്ചയം നടക്കുക. വധു ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ദർശനയാണ് വധു. നിശ്ചയം മാത്രമല്ല, മോതിരമാറ്റവും നടക്കുന്നു. നാളെ എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നടത്തണം. നിശ്ചയത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും മണിയപ്പ നേരിട്ട് കണ്ട് ചെയ്യണം. എന്റെ നാട്ടിൽ നടക്കുന്ന കല്യാണത്തിന് അതിപ്പോ ഏത് ജാതിയോ മതമോ സമുദായമോ ആയിക്കോട്ടെ, അവർക്കെല്ലാം ഞാൻ വേണം. എന്റെ സഹായിയായി മണിയപ്പനും വേണം. എന്താ മണിയപ്പ, ഉള്ള സമയം കൊണ്ട് നിനക്ക് എല്ലാം ഏർപ്പാടാക്കാൻ കഴിയില്ലേ? ഞാൻ ചെയ്തോളാം. മുത്തശ്ശി എന്തായി പറയുന്നേ? ഞാനിവിടെ താടി പോലെ നിൽപ്പുണ്ട്. രൂപേഷിന്റെ നിശ്ചയം എന്ന് പറയുമ്പോ അവൻ എന്റെ ഏട്ടന്റെ മകനല്ലേ. ഏട്ടന്റെ അഭാവത്തിൽ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അത് നടത്തേണ്ടത് ഈ ഞാനാണ്. എടാ മണിയപ്പ, ആവശ്യമില്ലാതെ എന്റെ തറവാട്ട് കാര്യത്തിൽ നീ കയറി തലയിടണ്ട. മുത്തശ്ശി, എന്റെ സ്വന്തം പെങ്ങളുടെ ഒരേ ഒരു മോനാ രൂപേഷ്. അവന്റെ നിശ്ചയം നന്നായിട്ട് നടത്തേണ്ടത് എന്റെ കൂടി ചുമതലയല്ലേ. ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? പൂജാരി ഏർപ്പാടാക്കി കഴിഞ്ഞു. വെറ്റിലയും അടക്കിയോ അടക്കം ചടങ്ങിനുള്ള സകല സാധനങ്ങളും ഒരുക്കി കഴിഞ്ഞു. കൈമാറാനുള്ള മോതിരം ചേച്ചി വാങ്ങിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അതൊഴികെ എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു മണിയപ്പനും ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ല. മണിയപ്പ, യുവന്മാരുടെ ഭീഷണിയില് നിനക്ക് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? ഞാനെല്ലാം ചെയ്തോളാം. പവിത്ര, നീ എല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ അതിന് നിനക്ക് എത്ര ചെലവായി എന്ന് പറഞ്ഞാ സുമംഗല അത് നിനക്ക് തിരിച്ചു തരും. പിന്നെ നിനക്ക് നിന്റെ മോളുടെ വിവാഹ നിശ്ചയം പെട്ടെന്ന് തന്നെ നടത്തണമെന്നുണ്ടെങ്കിൽ നിനക്ക് അതിനുവേണ്ടി കാശെടുക്കാമല്ലോ. ചേച്ചി, ഇതൊരു മാതിരി കൊല ചതിയായിപ്പോയി. ചേച്ചിക്ക് വേണ്ടി എന്റെ ജീവിതം പോലും മാറ്റിവെച്ചിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചാക്ഷേപിക്കണ്ടായിരുന്നു. ഇത് അത്ര നല്ലതിനല്ല, പറഞ്ഞേക്കാം. ഇരിക്കണ അവിടെ. മുത്തശ്ശി പറഞ്ഞാൽ അതിവിടെ എല്ലാവരും അനുസരിക്കണം. ഏതായാലും ഞാനിത് എതിർക്കുന്നില്ല. പക്ഷേ എനിക്ക് സങ്കടമുണ്ട്, ഉള്ളിൽ നല്ല ദേഷ്യവുമുണ്ട്. മുത്തശ്ശി ഒരിക്കലും, അതും മുത്തശ്ശിയുടെ സ്വന്തം ചെറുമോനായ എന്നെ. ഇതിൽ കൂടുതലൊന്നും ഞാനിനി പറയുന്നില്ല. ആരൊക്കെ എന്തു ചെയ്താലും എനിക്കൊരു പിണക്കവുമില്ല. എല്ലാത്തിനും ഞാനുണ്ടാവും. നീ വാ. ശരി മുത്തശ്ശി. ഈ ഓലപ്പാമ്പുകളെ ഒന്നും നീ പേടിക്കണ്ട. ഇവന്മാരൊക്കെ ചുമ്മാ കുരയ്ക്കുന്നതേ ഉള്ളൂ.
ഇപ്പൊ വിട്ടുകൊടുത്ത വീണ്ടും ചകരം തെങ്ങേ തന്നെ. മുത്തശ്ശി പറഞ്ഞതാ ശരി. ഇനിയിപ്പോ ഞാനും അങ്ങനെ മാറി നിൽക്കില്ല. എന്തു വന്നാലും മുത്തശ്ശിയുടെ കൂടെ ഞാനും ഉണ്ട്. ഈ മരുവത്തൂരിൽ ആ കിളവിയുമായി രക്തബന്ധമുള്ളവരാ ഞാനും ഗീതമ്മയും. ഇവിടുത്തെ പേരുകേട്ട കാരണോത്തിയായ ഏട്ടത്തി പോലും നിന്നെപ്പോലെ ഇങ്ങോട്ട് കെട്ടിക്കരി വന്നവളാ ആയിരിക്കും. ആ ഇളമ്പാറ ഗ്രാമത്തിലെ പോഴന്മാർക്ക് മൈഥിലി മുത്തശ്ശി കാണപ്പെട്ട ദൈവമായിരിക്കും. പക്ഷേ എനിക്ക് കോപ്പ. ആ കള്ളക്കിളകിയോട് പോവാൻ പറ. പഞ്ഞിക്കെട്ട് പോലുള്ള അവരുടെ ഒരു മുടിയും എതിയേട്ടിനെ മാറ്റി നിർത്തി എല്ലാം മണിയപ്പനെ പിടിച്ച് ഏൽപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടപ്പോ എന്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാ. ആരായി മണിയപ്പൻ? അവനീ മരുവത്തൂർ തറവാട്ടി ഒന്ന് കല്യാണം ഏറ്റെടുത്ത് നടത്താൻ അവനുമായി ഈ കുടുംബത്തിന് എന്ത് ബന്ധമുള്ളത്? അവനെപ്പോലുള്ള കുറെ പരനാറികളാ മുത്തശ്ശിയെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. പല്ലക്ക് പോയിട്ട് ഒരു പല്ല് പോലും ഇല്ലാത്ത കിളവി. നീട്ടിവെച്ച് അളന്ന 4 അടി പൊക്കം പോലുമില്ല. വാഴയ്ക്ക് തടവെടുക്കുന്ന പോലെ 1.5 അടി കുഴി പോലും വേണ്ട. നിങ്ങൾ ഇങ്ങനെ എന്റെ മൈഥിലി മുത്തശ്ശിയെ കുറ്റം പറഞ്ഞോ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവേ? തങ്കം പോലുള്ള ആ മുത്തശ്ശിയില്ലേ എനിക്ക് പുതിയൊരു ഐഡിയ ഉണ്ടാക്കി തന്നത്. അവര് 14 ദിവസം പത്യം നോക്കി സേവിക്കാൻ അഞ്ജുവിന് കൊണ്ടുകൊടുത്ത ലേഹ്യല്ലേ എനിക്ക് കിട്ടിയ സൂപ്പർ ചാൻസ്. നീ ആ വാ പോയ കോടാലിയുടെ പിന്നാലെ നടക്കാതെ നാളെ കല്യാണ നിശ്ചയം നടക്കാതിരിക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിക്കും. കഴിഞ്ഞ തവണത്തെ എഴുന്നള്ളിപ്പ് സമയത്ത് യതിയേട്ടൻ ആ മണിയപ്പനോട് പറഞ്ഞതല്ലേ അവരെ അങ്ങ് തീർത്ത് കളയാൻ. അപ്പോഴല്ലേ ആ ഉണക്ക മുത്തശ്ശിയോടുള്ള അവന്റെ മൂത്ത പ്രേമം മനസ്സിലായത്. അവന്മാരെല്ലാം ആ തള്ളയുടെ കാശൂറ്റി ജീവിക്കുന്നവരാ. വെറും വെച്ചൂറ്റികള്. ആ കിളവിയില്ലെങ്കിൽ പിന്നെ അവന്മാരുടെ വെള്ളം കൂടി മുട്ടത്തില്ലേ? അതിനുള്ള വഴിയല്ലേ ഞാൻ തെളിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവര് വെച്ച് പൂജിച്ച് കൊണ്ടുകൊടുത്ത ആ ലേഹ്യത്തിലെ ഞാൻ നല്ല അസല് വിഷം ചേർത്തിട്ടുണ്ട്. നാളെ നേരം വെളുക്കുമ്പോ ആ അഞ്ജൻ അവിടെ ചത്തു കിടക്കും. അനിയത്തി ചത്തു കിടന്നാ പിന്നെ എന്ത് നിശ്ചയം? നീ പറഞ്ഞത് ഉള്ളതാണോ? ആ ഗിരിജ എന്തെല്ലാം പണി നോക്കിയതാ അവളെ ഒന്ന് ഇല്ലാതാക്കാൻ. എന്നിട്ടൊന്നും നടക്കാത്ത കാര്യം നീ എങ്ങനെയാ? ഇന്നലെ വന്നിറങ്ങിയ ഉടനെ ആ കിളവി ചോദിച്ചത് നിങ്ങളും കേട്ടതല്ലേ, എന്റെ മക്കൾ എവിടെയെന്ന്. ഞാനും ശ്രേയം കരുതി ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന്. ഞങ്ങൾ ഓടിച്ചെന്നപ്പോ ആ ചുണ്ണാമ്പുണ്ണിത്തള പറയാ ഞങ്ങളല്ലെന്ന്. എന്നിട്ട് എന്നോട് പറയുവാ പോയി ദർശനെ വിളിച്ചോണ്ട് വരാൻ. എന്റെ സ്വഭാവത്തിന് പോയി വേറെ പണി നോക്കാൻ പറയേണ്ടതാ. മുത്തങ്ങാച്ചിയായി പോയില്ലേ. ഞാൻ തന്നെ പോണോന്ന് ചോദിച്ചതാ. അപ്പോ പറയാ നീ തന്നെ പോണോന്ന്. തള്ളയുടെ അവസാനത്തെ ഒരു കൽപ്പന. അതൊടുക്കത്തെ കൽപ്പന തന്നെ ആവൂന്ന് ഞാൻ അപ്പോഴേ തീരുമാനിച്ചതാ.